ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഞാൻ വോയിസ് കട്ടാക്കിയിട്ട് വോയിസ് കൊടുക്കണത്. ഇടയിൽ ചുമ വന്നു, 1-2 പ്രാവശ്യം ചുമ വന്നു. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ചുമച്ചു. അപ്പം ഞാനത് വോയിസ് കട്ടാക്കിയിട്ട് വീണ്ടും കൊടുക്കുകയാണ്. മൂന്നാമത്തെ തവണയാണ്. ഇതെങ്കിലും ഒന്ന് മര്യാദയ്ക്കായാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അടിച്ച് വാരെടുക്കണമായിട്ടുണ്ട്. മെഷീനും കസേരയും സോഫയൊക്കെ നീക്കി നമ്മളങ്ങനെ അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇവിടുത്തെ പൊടിയൊക്കെ അടിച്ചിട്ട് റൂമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റൂമിലേക്ക് പോയി, ഇതാണ് ഞങ്ങളുടെ റൂം ഇട്ട്, ഇതാണ് ഞങ്ങളുടെ അലമാരിയും. അപ്പോൾ ജനലമ്മയൊക്കെ കുറച്ച് പൊടി മാറാൻ പല സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം മാറാമ്പല കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഉള്ളിക്കൂടെ ഇങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് താഴത്ത് വീണ് കിടക്കും. അപ്പോൾ അതങ്ങോട്ട് അടിച്ച് കൊണ്ടുപോയാൽ മതിയല്ലോ. പൊട്ട് സാധനങ്ങൾ ചെരുപ്പ് സംഭവങ്ങളൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ട് ഈ കുതിരവണ്ടി ഇല്ലല്ലോ, അത് എൻ്റെ മോൾക്ക് അപ്പാപ്പൻ വാങ്ങിച്ചെടുത്തതാണ്. അതിപ്പോൾ തെപ്പാങ്കുട്ടനാണ് കൂടുതലായിട്ട് ഓടിക്കുന്നത്. രണ്ടാളും ഓടിക്കും, രണ്ടാളും അതിന് വേണ്ടി തല്ലുണ്ടാക്കും, തല്ല് പിടിക്കും. എൻ്റെയാണ് നിൻ്റെയാണ്, അങ്ങനെയാണ്, എനിക്ക് അപ്പാപ്പ വാങ്ങിയതല്ലേ, എനിക്ക് അപ്പാപ്പ വാങ്ങിയതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കുട്ടികളാവുമ്പോൾ അങ്ങനെയാണല്ലോ. വലിയവർക്ക് തന്നെ വലിയൊരു വാശിയുണ്ട്. അപ്പം പിന്നെ കുട്ടികളുടെ വാശി ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ. അപ്പോൾ പൊടിയൊക്കെ വേഗം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അലക്കേണ്ടതായിട്ട് പണിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ അങ്ങനെ അലക്കൽ അങ്ങനെ ഇല്ലയെന്ന് തന്നെ പറയാം. കുറച്ച് തുണികളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ബക്കറ്റിലെടുത്തിട്ട്, ഒരു ബക്കറ്റ് നിറച്ച തുണികളുണ്ടാവുള്ളൂ. അപ്പോൾ ആ തുണികളെടുത്തിട്ട് ഞാൻ കൊട്ടി അലക്കാറില്ല. ഞാനങ്ങനെ കൊട്ടി അലക്കുന്നത് ചെളി പോകാൻ നല്ലതാണെന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു മെത്തേഡ് വെച്ചിട്ട് കൊട്ടി അലക്കലില്ല. വീണ്ടും ചുമയൊക്കെ വന്നു കേട്ടോ. അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കൊട്ടി അലക്കലില്ല. ഞാനിങ്ങനെ നന്നിട്ട് സോപ്പൊക്കെ തേച്ച് അങ്ങനെ കല്ലും വീട്ട് നടുക്കത്തൊരു കല്ല് നല്ലൊരു കരിങ്കല്ലായിരിക്കുമല്ലോ, അത് വിട്ട് ഉരയ്ക്കുകയാണ് ചെയ്യാറ്. അത്യാവശ്യം ചെളിയൊക്കെ പോകുന്നുണ്ട്. കൊട്ടി തുണി വെറുതെ ഡാമേജ് ആക്കണം തന്നെ. കൊട്ടണത് നല്ലതാണ്, പക്ഷേ അത് അത്രയും വർക്കിംഗ് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൊട്ടായിട്ടുള്ള കാര്യമുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ചിലർ ഇങ്ങനെ നന്നായിട്ട് കൊട്ടി അലക്കുന്നവരുണ്ടാകും. അത് ഓരോരുത്തരുടെ മൈൻഡും അത് ഓരോരുത്തരുടെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോട്ടറടിച്ച് വെള്ളം പിടിക്കുന്നതായിട്ട് തുടച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സവോള വാങ്ങിക്കേണ്ട കാര്യം ഞാൻ പിന്നെയും മറന്നു കേട്ടോ. സവോള കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ ആളോട് പറയാറുണ്ട്, ഞാൻ മറന്നു. അങ്ങനെ ഉള്ളി കുരുകുരാന്ന് അരിഞ്ഞെടുക്കുകയാണ് മുട്ട അപ്പം ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡിന് പണി ഉണ്ടായിരുന്നില്ല, വ്യാഴാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ കൂടെ പൈപ്പ് ഷീറ്റൊക്കെ വാങ്ങിച്ച് ഇടാനായിട്ട് പോയി. അപ്പോൾ അത് പെയിൻ്റൊക്കെ അടിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഇത്തവണയും മുട്ടപ്പം നമുക്ക് പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ചോറൂണ് കഴിഞ്ഞപ്പോൾ വെറുതെ കഴിക്കാനാണ് ഞാൻ കൊടുത്തത് കേട്ടോ. അതായത് വെറുതെ ഒരു പകുതിയോളം പീസെടുത്ത് കൊടുത്തു, കഴിച്ചോട്ടെ, പണിയെടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. സീ യു. അപ്പോൾ എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ബൈ.